എന്താണ് ഇങ്ങനെ നോക്കുന്നേ? തന്നെ നോക്കുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ സൂക്ഷിച്ചു നോക്കി. ഇനി തൻ്റെ കണ്ണിൻ്റെ കുഴപ്പം വല്ലതുമാണോ? ലച്ചുവിൽ അമ്പരപ്പ് നിറഞ്ഞു. ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അനുവും മച്ചുവും കിച്ചുവും വലം വയ്ക്കാനായി പോയി. അവർ പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ ലച്ചു തൻ്റെ അരികിൽ നിൽക്കുന്നവനെ നോക്കി. ശേഷം അമ്പലനടയിലേക്ക് ഒരു നോട്ടവും പായിച്ച് മുഖം വെട്ടിച്ച് അവിടെ നിന്നും നീങ്ങി. വലം വയ്ക്കുമ്പോഴും തൊഴുതു പുറത്തിറങ്ങുമ്പോഴും പിന്നാലെ വരുന്നവനെ ലച്ചു കണ്ടു. കുറച്ചപ്പുറം ആൽമരത്തിൻ്റെ അവിടെയായി അച്ചുവും മറ്റും നിൽക്കുന്നത് കണ്ടു. പിന്നിൽ വരുന്നവനെ നോക്കാതെ ലച്ചു അങ്ങോട്ട് നടന്നു. ലച്ചു! പിന്നിൽ നിന്നവൻ പെട്ടെന്ന് മുന്നിൽ വന്ന് അവളെ തടഞ്ഞതും ലച്ചു ഒന്ന് അമ്പരന്നു. എന്താ? അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ ലച്ചു ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ലച്ചു അമ്പരപ്പോടെ അവനെ നോക്കി. എന്നോട് തന്നെയാണോ? ലച്ചുവിൽ പ്രതീക്ഷകളേറി. നമുക്ക് കുറച്ചങ്ങ് നീങ്ങി നിൽക്കാം. അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അവനോട് സമ്മതിച്ചുകൊണ്ട് ലച്ചു കുറച്ച് മാറി നിന്നു. അവനൊപ്പം അവളും. എന്താ പറയാനുള്ളത്? ഉള്ളിൽ നിറഞ്ഞ പ്രതീക്ഷയോടെയും പരിഭ്രമത്തോടെയും ലച്ചു മുന്നിൽ നിൽക്കുന്ന ആദിയോട് ചോദിച്ചു. അത് എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ആദി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ലച്ചുവിൻ്റെ നെറ്റിത്തടം ചുളിഞ്ഞു. എന്താ? അതേ മുഖത്തോടെ ലച്ചു ചോദിച്ചു. ലുക്ക് ലക്ഷ്മി, എനിക്ക് ഈ ഒരു കാര്യത്തിൽ തനിക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ. ആദി പറഞ്ഞത് കേട്ട് ലച്ചു സംശയത്തോടെ അവനെ നോക്കി. ഒപ്പം തന്നെ ലച്ചു എന്നല്ലാതെ ലക്ഷ്മി എന്ന് വിളിച്ചതിൽ അമ്പരപ്പ് നിറഞ്ഞു. എന്താ കാര്യം? താൻ കേൾക്കാൻ കുതിച്ചതല്ലെന്നറിഞ്ഞതും താല്പര്യമില്ലാത്തതുപോലെ ലച്ചു പറഞ്ഞു. അത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. താനൊന്ന് ഹെൽപ്പ് ചെയ്യണം. തനിക്ക് അത് പറ്റൂ. ആദിയുടെ വാക്കുകൾ കേട്ടതും തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി ലച്ചുവിന്. തന്നെ പറ്റിക്കുന്നതാണോ എന്നൊരു ചിന്ത അവളിൽ കുരുങ്ങി. വെറുതെ പറയാലേ? ലച്ചു ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു. ഏയ്, ഒരിക്കലുമല്ല. കുറച്ചു നാളുകളായി എനിക്ക് അവളെ ഇഷ്ടമാണ്. അത്രയ്ക്കിഷ്ടമാണ്, ആദി പറഞ്ഞു. അവൻ പറയുന്നത് കള്ളമാണെന്ന് കരുതിയെങ്കിലും അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം അവൻ്റെ വാക്കുകൾ സത്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആദിയുടെ കണ്ണിലെ തിളക്കം ലച്ചു കണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ പോകുന്ന ദിശയിലേക്ക് ലച്ചു നോക്കി. അച്ചുവിനോടും കിച്ചുവിനോടും എന്തോ പറഞ്ഞു ചിരിക്കുന്ന അനു. ഭഗവാനെ, ഇവളെയാണോ ആദിയേട്ടൻ സ്നേഹിക്കുന്നത്? അപ്പോൾ ഞാനോ? എൻ്റെ പ്രണയമോ? അനുവിന് ഗിരിയേട്ടനല്ലേ ഇഷ്ടം? ലച്ചുവിൻ്റെ മനസ്സിൽ പലവിധ കാര്യങ്ങളും മാറി മറിഞ്ഞു. അനുവിൻ്റെ ഭാഗത്തേക്കാണ് ആദിയുടെ നോട്ടം. അവിടെ നിന്ന് കിച്ചു അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. ലച്ചുവിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു. എല്ലാവരും കൂടിയിട്ട് തന്നെ പറ്റിക്കുകയാണോ? അനുവിനെയാണ് ആദിയേട്ടൻ സ്നേഹിക്കുന്നതെങ്കിൽ എനിക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാവും? അച്ചുവിനോടും പറയാലോ. ലച്ചുവിൻ്റെ മനസ്സിൽ അവളുടെ ചേച്ചി മാളവികയുടെ മുഖം ഓർമ്മയിൽ വന്നു. അതുപോലെ തന്നെ തനിക്ക് പരിചയമുള്ള ഓരോ പെൺകുട്ടികളുടെയും. ഓയ് ലക്ഷ്മി, താന് ഏത് ലോകത്താ? ആദി അവൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചപ്പോഴാണ് ആലോചനകളിൽ നിന്ന് ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അത് ഒന്നുമില്ല. ആരാ ആള്? ചോദിക്കില്ല എന്ന് കരുതിയെങ്കിലും അതാരാണെന്നറിയാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി ലച്ചുവിന്. മനസ്സൊക്കെ കിടന്നു പിടയുന്നു. അത് ലക്ഷ്മി. പിന്നെ ആദി പറഞ്ഞു തുടങ്ങുമ്പോൾ ലച്ചുവിൻ്റെ കൈകൾ അവിടെ പാവാടയിൽ മുറുകി. ഹൃദയമിടിപ്പ് കൂടി. പെട്ടെന്ന് ആദിയുടെ ഫോൺ ബെല്ലടിച്ചു. ആ അച്ഛാ, പറയ്. ഏത് ഹോസ്പിറ്റല്? അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പോൾ തന്നെ വരാം. അതും പറഞ്ഞുകൊണ്ട് ആദി ഫോൺ കട്ട് ചെയ്തു. പിന്നെ വെപ്രാളത്തോടെ ലച്ചുവിനെ നോക്കി. എന്ത് പറ്റി ആദിയേട്ടാ? അവൻ്റെ ടെൻഷൻ നിറഞ്ഞ മുഖം നോക്കിക്കൊണ്ട് ലച്ചു ചോദിച്ചു. അത് അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റല്, ഞാൻ പോട്ടെ. വേറെ ഒന്നും തന്നെ പറയാൻ സാധിക്കാതെ ആദി വേഗത്തിൽ അവിടെ നിന്നും പോയി. അവന് പോകുന്നത് നോക്കി മനസ്സിൽ തോന്നിയ വേദനയോടെ ലച്ചു അച്ചുവിനും മറ്റും അടുത്തെത്തി. ആദി തിരക്കിട്ട് പോയത് എങ്ങോട്ടാണ് എന്ന് കിച്ചു ചോദിച്ചതും ലച്ചു കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ കിച്ചുവും അവിടെ നിന്നും പോയി. ലച്ചുവിൻ്റെ മുഖം ആകെ മാറിയിരിക്കുന്നത് അച്ചുവും മനുവും ശ്രദ്ധിച്ചു. കാര്യം എന്തെന്നറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കി. ലച്ചുവിൻ്റെ വീട്ടിലെത്തിയതും അച്ചു അവളോട് കാര്യം തിരക്കി. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ലച്ചുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടി. എന്താടാ, എന്താ പറ്റിയേ? അച്ചു അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ആദിയേട്ടന് വേറെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു. എന്ന് ആദിയേട്ടൻ നിന്നോട് പറഞ്ഞോ? അച്ഛ ചോദിച്ചു.
അത് കേട്ടതും എന്ത് പറയണമെന്നറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കി. വേദനയോടെ കരയുന്ന ലച്ചുവിനെ കണ്ടതും അവർക്ക് വിഷമമായി. ഒത്തിരി സ്നേഹിച്ചതല്ലേ ഞാൻ, എന്നിട്ടും അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയില്ലല്ലോ. വൈകുന്നേരം മുറിയിൽ കിടക്കുകയാണ് ലച്ചു. അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും എഴുന്നേറ്റ് ചെന്നില്ല. നെറുകയിൽ ആരോ തലോടുന്നതറിഞ്ഞപ്പോഴാണ് ലച്ചു കണ്ണുകൾ തുറന്നു നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന അജിത്തിനെയും പ്രണവിനെയും കണ്ടതും അമ്പരപ്പോടെ എഴുന്നേറ്റിരുന്നു. വയ്യേ കുട്ടിക്ക്? അവളുടെ മുഖം കണ്ട് അജിത്ത് ചോദിച്ചു. കുഴപ്പമില്ല ഏട്ടാ, തലവേദനിക്കുന്നുണ്ട്, ലച്ചു പതിഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടോ മോളെ? കരഞ്ഞോ നീയേ? പ്രണവ് ആദിയോടെ ചോദിച്ചു. ഏയ് ഇല്ലേട്ടാ. കണ്ണുകൾ നിറയാതിരിക്കാൻ നോക്കി, എന്നാലും അവ നിറഞ്ഞു. ഏട്ടന്മാരോട് തൻ്റെ മനസ്സിലുള്ളത് പറയാൻ ലച്ചു തീരുമാനിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ലച്ചു അവരെ നോക്കാതെ പറഞ്ഞു. എന്താ? പരസ്പരം നോക്കിക്കൊണ്ട് അജിത്ത് ചോദിച്ചു. അത് എനിക്കൊരാളെ ഇഷ്ടമാണ്, പതിഞ്ഞ ശബ്ദത്തിൽ ലച്ചു പറഞ്ഞു. ആരെയാ? ഗൗരവത്തോടെയുള്ള അജിത്തിൻ്റെ ശബ്ദം കേട്ടതും ലച്ചു ഒന്ന് പേടിച്ചു. പ്രണവിൻ്റെ മുഖത്തും ഗൗരവമാണെന്ന് ലച്ചു തിരിച്ചറിഞ്ഞു. മനസ്സിൽ വല്ലാത്തൊരു പേടി കടന്നുകൂടി. നടക്കില്ല, അജിത്ത് ഉറക്കെ പറഞ്ഞതും ലച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. ലച്ചു കരച്ചിലിൻ്റെ വക്കോളമെത്തി. എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല ലച്ചു, അജിത്ത് അവസാന വാക്കെന്നോണം പറഞ്ഞു. പ്ലീസ് ഏട്ടാ, പ്രണവേട്ടാ ഒന്ന് പറയ്. അജിത്തിൻ്റെ അടുത്ത് നിന്ന് ലച്ചു പ്രണവിൻ്റെ അടുത്തെത്തി. നിനക്ക് അവനെക്കുറിച്ച് എന്തറിയാം? മറന്നേക്കണം കേട്ടല്ലോ, അജിത്ത് ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ ആദ്യേട്ടനെ, ലച്ചു കരച്ചിലോടെ പറഞ്ഞു. അജിത്ത് ഒന്നും പറയാതെ ലച്ചുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി. പ്രണവേട്ടാ, ലച്ചു വിഷമത്തോടെ അവനെ വിളിച്ചു. നിന്റെ നല്ലതിന് വേണ്ടിയേ ഞങ്ങൾ എന്തും ചെയ്യൂ, അതുകൊണ്ട് മറന്നേക്കണമല്ല. ആദ്യം മയത്തിലും പിന്നെ അല്പം കടുപ്പിച്ചും പ്രണവ് പറഞ്ഞു. അവൻ മുറിയിൽ നിന്നിറങ്ങിക്കൊണ്ട് അജിത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ലച്ചു കരച്ചിലോടെ ബെഡിലേക്ക് വീണു. അച്ചു, ഇതൊന്ന് ഗീതേച്ചിക്ക് കൊണ്ടുകൊടുത്തേ. എങ്ങനെ അങ്ങോട്ട് പോകുമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അച്ചുവിൻ്റെ അമ്മ പറഞ്ഞത്. കേട്ട പാതി അച്ചു അതും വാങ്ങി അങ്ങോട്ടോടി. ഹാളിലേക്ക് കയറിയതും സോഫയിലിരിക്കുന്ന ഗീതയെയും മഹാദേവനെയും കണ്ടതും അച്ചു അവരെ നോക്കി ചിരിച്ചു. എന്താണ് മോളെ ഒരു ചിരിയൊക്കെ? മഹാദേവൻ അച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എന്നാ അപ്പച്ചി. കയ്യിലെ പൊതി അച്ചു അവർക്ക് നേരെ നീട്ടി. പണിക്കൊന്നും പോവാതെ ഇരിപ്പാണല്ലേ മധ്യവയസ്ക. ഗീത അടുക്കളയിലേക്ക് പോയതും മഹാദേവൻ അടുത്തിരുന്നു കൊണ്ട് അച്ചു കളിയോടെ പറഞ്ഞു. ഇത്രയും ഹാൻസമായ എന്നെയാണോ നീ മധ്യവയസ്കൻ എന്ന് വിളിച്ചേ? പുരികം വളച്ചുകൊണ്ട് മഹാദേവൻ അവളോട് ചോദിച്ചു. എന്തേ, വയസ്സായില്ലേ? അച്ചു തിരിച്ചു ചോദിച്ചു. ഇത്രയും യങ്ങായ എനിക്കാണോ വയസ്സായത്? പിന്നെ ഇത്രയും വയസ്സായിട്ട് ഡൈ ചെയ്ത് നടക്കുക കിളവൻ. മൂത്ത മോനെ കെട്ടിക്കാറായി, അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വല്ലതും പറയും മോളെ, മുറിയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കണ്ണൻ പറഞ്ഞു. ഞാനൊരു ഉപമ പറഞ്ഞതാ കണ്ണേട്ടാ, അല്ലാതെ സത്യം പറഞ്ഞതല്ല, അച്ചു അവനെ നോക്കിക്കൊണ്ട് കളിയാക്കി. അതെന്നെ, അല്ലേൽ തന്നെ നിന്നെ കെട്ടിച്ചിട്ട് എന്തിനാ? മഹാദേവൻ്റെ വകയാണ് അത്. ഷേ, അതൊക്കെ അച്ഛനറിയില്ലേ, പോ അവിടുന്ന്, കണ്ണൻ നാണം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, മഹാദേവനും അച്ചുവും ഒരുപോലെ പറഞ്ഞു. നിനക്കേ തങ്കക്കുടം പോലൊരു നാത്തൂനെ കിട്ടുവാനുള്ളതിനാ നീ പുച്ഛിക്കണേ, കണ്ണൻ അച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തങ്കക്കുടം പോലത്തെ ഒരു നാത്തൂൻ ഭദ്രേച്ചിയല്ലേ? അച്ചു പറഞ്ഞതും കണ്ണൻ അവളെ കുറിപ്പിച്ചു നോക്കി. പാവം ഭദ്രമോള് പെട്ടുപോയില്ലേ? മഹാദേവൻ പറഞ്ഞതും രണ്ടുപേരെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോയി. അത് കണ്ട് രണ്ടുപേരും ചിരിച്ചു. ശേഷം അച്ചു സംശയത്തോടെ അമ്മാവനെ നോക്കി. അമ്മാവനെ എങ്ങനെ അറിയാം? അച്ചു ചോദിച്ചു. എന്ത്? കണ്ണേട്ടൻ്റെയും ഭദ്രേച്ചിയുടെയും കാര്യം, അച്ചു അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനേ അവൻ്റെ തന്തയാ, അതുമല്ല ഇതിനപ്പുറം കടന്നു വന്നവനാ ഈ മഹാദേവൻ. ഓ അങ്ങനെ, അപ്പോ കുറേ കാമുകിമാരുടെ കള്ളകൃഷ്ണനായിരുന്നു അല്ലേ? അച്ചു അല്പം ഉറക്കെ പറഞ്ഞു. പയ്യെ പറയടി കുരുപ്പേ. മഹാദേവൻ ചുറ്റുമൊന്ന് നോക്കി. അപ്പോൾ സത്യാണല്ലേ? അച്ചു ചിരിച്ചു. പോടി. മഹാദേവൻ അവളെ തല്ലാൻ കയ്യോങ്ങി. അപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കട്ടെ കാമുകിമാരുടെ ഈ കള്ളകൃഷ്ണനെ പറ്റി? അച്ചു കുസൃതിയോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ചതിക്കല്ലേ, മഹാദേവൻ പറഞ്ഞു.
എന്നാ ഒരു 500 രൂപ എടുക്ക്. ഭീഷണി പോലെ അച്ചു പറഞ്ഞതും പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും വേഗം പോയി. അല്ലെങ്കിൽ ഇനിയും കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് അയാൾക്കറിയാം. അച്ചു ചിരിച്ചുകൊണ്ട് കിച്ചുവിൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആഹാ, ഇപ്പം കാണിച്ചു തരാം. അച്ചു ശബ്ദമുണ്ടാക്കാതെ കമിഴ്ന്നു കിടന്ന് ഫോൺ കാണുന്ന കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. കൈവിടർത്തി അവൻ്റെ പുറത്തേക്ക് അടിക്കാൻ പോയതും പുറകിലേക്ക് കൈപിടിച്ചുകൊണ്ട് അച്ചുവിനെ വലിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു കിച്ചു. വിട്! അവൻ പിടിച്ച കൈ മാറ്റിക്കൊണ്ട് അച്ചു പറഞ്ഞു. ഈ യക്ഷി പാദസരമൊക്കെ ഇട്ടുകൊണ്ട് വന്ന അറിഞ്ഞൂടെ ഈ യക്ഷിയാണ് വരുന്നതെന്ന്? കിച്ചു പറഞ്ഞതും അച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെയൊന്നും നോക്കല്ലേടോ. ഇത്ര നാൾ എൻ്റെ കൊച്ചിന് എക്സാം ആയതുകൊണ്ടാ. ഇനി ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോകും. കയ്യിൽ നിന്ന് ഫോൺ മാറ്റി മേശയിൽ വെച്ചുകൊണ്ട് കിച്ചു കുറുമ്പോടെ പറഞ്ഞു. അച്ചു അവൻ്റെ ബനിയൻ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ അങ്ങ് കൺട്രോൾ പോവോ? അച്ചു സ്വകാര്യം പോലെ കിച്ചുവിനോട് ചോദിച്ചു. പോയെന്നിരിക്കാം. കിച്ചുവും അതുപോലെ അവളോട് പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ നിങ്ങളെ? അതും പറഞ്ഞ് അച്ചു അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞുകൂടി. ഒരു ചിരിയോടെ കിച്ചു അവളെ ചേർത്ത് പിടിച്ചു. കിച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ചു ചോദിച്ചു. എന്താ? എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട് കിച്ചേട്ടന്? അച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അമ്മയോളം. ഒരു പക്ഷേ അമ്മയേക്കാൾ അല്പം താഴ്ന്നിരിക്കും. കിച്ചു അവളെ നോക്കാതെ പറഞ്ഞു. വിഷമായോ? കിച്ചു അവളുടെ മുഖത്തേക്ക് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ? അതുപോലൊരു അമ്മയെ കിട്ടിയ നിങ്ങൾ പുണ്യം ചെയ്തവനാണ്. ആ അമ്മയേക്കാൾ വേറെ ആർക്കും നിങ്ങളെ ഇത്രമേൽ സ്നേഹിക്കാൻ പറ്റില്ല. കിച്ചേട്ടനും കണ്ണേട്ടനും മുൻജന്മത്തിൽ എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയെ കിട്ടിയത്. അത്രത്തോളം വരില്ല ഞാൻ. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല, അമ്മ എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനും. പക്ഷേ നിന്നേക്കാൾ ഒരു പടി മുന്നിലാണ് അച്ചു എനിക്ക് എൻ്റെ അമ്മ. എന്നും ഇങ്ങനെ തന്നെ ആവണം. എന്നെ വേദനിപ്പിക്കേണ്ടി വന്നാലും ഒരിക്കലും ആ അമ്മയുടെ കണ്ണു നിറയാൻ കിച്ചേട്ടൻ കാരണക്കാരനാവരുത്, അച്ചു പറഞ്ഞു. കിച്ചു ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. അത് ആഗ്രഹിച്ചതുപോലെ അച്ചുവും അവനിലേക്ക് ഒതുങ്ങിക്കിടന്നു.